ഇനി ഒരു അല്പം പച്ചക്കറി കൃഷിയായാലോ? അപ്പം നമ്മളിതാ ഇവിടെ പൂക്കളും വേണം കേട്ടോ. പൂക്കളും ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ കായ്കളായി മാറാൻ നമുക്ക് പൂക്കളുള്ള ചെടികൾ വെക്കണം. അപ്പോഴേ ആ തേനീച്ച പരാഗണമൊക്കെ ഒക്കെ എല്ലാവർക്കും അറിയുന്നത്. അപ്പം നമ്മൾ എന്തപ്പോൾ കേബേജ് കോളിഫ്ലവറൊക്കെ നട്ടിട്ടുണ്ട്. സ്ഥലപരിമിതി കാരണം നമ്മളൊരു ചാക്കിൽ 3 വെച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ വെണ്ട നട്ടിട്ടുണ്ട്. നമുക്ക് ഈ ടൈമിലാണ് കേട്ടോ കേബേജൊക്കെ നടാൻ. ഇനിയൊക്കെ അവരുടെ കാലം എന്ന് പറയുമ്പോൾ കേബേജ് ശീതകാല പച്ചക്കറിയുടെ സീസണാണല്ലോ ഇനി വരുന്നത്. അപ്പം നമ്മൾ കുറച്ച് പയർ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുളച്ചിങ്ങനെ ഉഷാറായി വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഭയങ്കര മഴയാണല്ലോ, അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് ക്ഷീണമൊക്കെ ഉണ്ട്. കണ്ടിന്യൂസ് ആയി മഴ പെയ്താലും പ്രശ്നമാണ്. അപ്പം നമ്മൾ ഈ ചെടികളിലൊക്കെ വെള്ളം നിന്ന് ഇലയ്ക്ക് ഒരു തരം മഞ്ഞളിപ്പൊക്കെ വരും. അപ്പം നമ്മൾ ഇനി വെയിലൊക്കെ വരുമ്പോൾ അതൊക്കെ നന്നായിട്ട് വരുമായിരിക്കും. അപ്പം നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെയാണല്ലോ നമ്മളെല്ലാ പച്ചക്കറിയും കുറേശ്ശെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ നട്ട് നോക്കുക. നമ്മൾ പൂക്കളും വേണം നമുക്ക്, പച്ചക്കറിയും. അപ്പം നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ചെങ്കിലൊക്കെ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മളത് വിളവെടുത്ത് നമ്മളത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെയാണ് കേട്ടോ. അതിപ്പോൾ ഒരു പച്ചമുളകാണെങ്കിൽ പോലും അങ്ങനെയാണ്.